يشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഓരോ വ്യക്തികൾക്കും നിർബന്ധമാക്കിയ ദൗത്യമാണ് ദഅവത്ത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞു വന്ന വിഷയം. തൗഹീദിലേക്കുള്ള ദഅവത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ആ വിഷയത്തിലും നമുക്ക് മാതൃകയുണ്ട്. മറ്റെല്ലാ കാര്യത്തിലും ഉള്ള പോലെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹു പറഞ്ഞതാ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ അതിമനോഹരമായ മാതൃകയുണ്ട്. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക സ്വീകരിക്കാൻ സാധിക്കുന്ന ആളെ പറ്റിയും അല്ലാഹു ആയത്തിന്റെ ബാക്കിയായി പറഞ്ഞു, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. എല്ലാവർക്കും അത് പറ്റൂല. എല്ലാവരും വായിക്കുന്നുണ്ടാവും, പ്രസംഗിക്കുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും, ചെറുപ്പത്തിലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുന്നുണ്ടാവും. പക്ഷെ അവർക്കൊന്നും ആ മാതൃക സ്വീകരിച്ച് ജീവിതത്തിൽ പകർത്താൻ പറ്റണമെന്നില്ല. അതാർക്കേ പറ്റുള്ളൂ? രണ്ട് ഗുണങ്ങളുള്ളവർക്ക് മാത്രം. ലിമൻ കാന യർജുല്ലാഹ്, അള്ളാഹുവിനെ ആഗ്രഹിക്കുന്ന, അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്ന, അള്ളാഹുവിൽ നിന്ന് രക്ഷ കിട്ടണമെന്ന് കൊതിക്കുന്ന ആളുകൾക്ക് മാത്രം. വൽ യൗമൽ ആഖിർ, ഈ ദുനിയാവിന്റെ ജീവിതം അവസാനിച്ച് യൗമുൽ ഖിയാമയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാകേണ്ടി വരും. അവിടെ വിചാരണക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. അവിടെയാണ് ജീവിതത്തിന്റെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കപ്പെടുക എന്ന് ബോധ്യമുള്ള ആളുകൾക്ക് മാത്രമേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതൃകയാക്കാൻ സാധിക്കൂ. അല്ലാത്തവർ കേട്ടും കണ്ടും പഠിച്ചും വിട്ടുകളയും. അതിലൊന്നും പെടുത്താതെ അള്ളാഹു എന്നെയും നിങ്ങളെയും കാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക പറയുമ്പം ഏകദേശം 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് ചില വിരോധികൾ പറയും പോലെ 6-ാം നൂറ്റാണ്ടില് കുറെ കാട്ടറിവുകളും സംസ്കാരശൂന്യരും അവരുടെ ഭാഷയിൽ വൃത്തികേടുകളും കാണിച്ച് ജീവിച്ച ഒരുപറ്റം ജാഹിലികൾക്കിടയിൽ ജീവിച്ച ഒരാൾ, മഅദല്ലാഹ്. പക്ഷെ ആ കാലം തൊട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു എന്നെനിക്കും നിങ്ങൾക്കും അറിയണം. അത് നമ്മൾ പഠിക്കണം, അത് മനസ്സിലാക്കണം. എന്നാലേ തൗഹീദിലേക്കുള്ള ദഅവത്തിന്റെ വഴിയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെയും നിങ്ങളെയും മുന്നിൽ വെച്ചിരിക്കുന്ന അതിമനോഹരമായ ചിത്രം അല്ലെങ്കിൽ ചരിത്രം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മക്കത്തൊരു സാദാ സീത അറബി ചെറുപ്പക്കാരനാണ്. നബിയല്ല, നബിയാകും റസൂലാകും എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ അറിയൂല. ലാ തദ്രി, അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ. അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെയും ഭാര്യ ആമിനയുടെയും മകനായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് ജനിക്കാൻ. അന്ന് മക്കത്തുള്ള സ്വന്തം കുടുംബങ്ങൾക്കോ നാട്ടുകാർക്കോ അറിയൂല ഇതൊരു നബിയാൻ പോകുന്ന ആളാണ്. ഇത് ഖാത്തമുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന റസൂലാണ്. ഇതൊന്നും ആർക്കും അറിയില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. അതിസുന്ദരനായ കുട്ടി. മക്കക്കാരൊക്കെ അസൂയയോടെ അത്ഭുതത്തോടെ ആ കുഞ്ഞിനെ നോക്കി. 14-ാം രാവിന്റെ ചന്ദ്രൻ പ്രകാശിക്കുന്ന പോലെ ആമിനാന്റെ വീട്ടിൽ ആ കുഞ്ഞിന്റെ പ്രകാശം വരുന്നു. ആമിന പറഞ്ഞു, 9 മാസം ഗർഭം ധരിച്ചിട്ടും എനിക്ക് വലിയ ഭാരമൊന്നും തോന്നിയിട്ടില്ല. ഒരു സാധാരണ സ്ത്രീ പ്രസവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രയാസം, വേദന ഇതും എനിക്കുണ്ടായില്ല. മാത്രമല്ല, ആ പ്രസവ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു കാഴ്ചയുണ്ടായി. ഷാമിലെ കൊട്ടാരങ്ങൾ ഞാൻ കണ്ടു. ഒരു വെളുത്ത പക്ഷി പറക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഉമ്മ പറഞ്ഞത് സഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, അതൊരു അത്ഭുത കുഞ്ഞായിരുന്നു. ആമിന പറഞ്ഞു, താരീഖിന്റെ കിതാബുകളിൽ കാണാം, അല്ലാഹു അഅലം, സാധാരണ കുഞ്ഞുങ്ങൾ പ്രസവിച്ച് വീഴുന്നത് കിടന്നിട്ടാണ്. എന്റെ മോൻ പ്രസവിക്കപ്പെട്ടത് തല തറയിൽ കുത്തിക്കൊണ്ടാണ്. അല്ലാഹു അഅലം. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജന്മവും അബ്ദുൽ മുത്തലിബ് ആ മോനെ വാരിയെടുത്ത് കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് ഓടി. എന്നിട്ട് ഖുറൈശികൾ കേൾക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, ഞാൻ എന്റെ മകന് മുഹമ്മദ് എന്ന് പേര് വെക്കുന്നു. അന്ന് ഖുറൈശികൾക്കിടയിൽ ആ പേര് പൊതുവെ ആരും പറയാറുമില്ല, ആരും മക്കൾക്കിടാറുമില്ല, മുഹമ്മദ്. അപ്പൊ ഖുറൈശി പ്രമുഖന്മാര് വന്ന് ചോദിച്ചു, പിതാമഹന്മാരായ ഒരുപാട് ആളുകളുടെ നല്ല പേരുകളൊക്കെ മാറ്റി നിങ്ങൾ എന്തിനാണ് ഇതുവരെ ആരും കേട്ടു പരിചയമില്ലാത്ത മുഹമ്മദ് എന്ന പേര് വെച്ചത്? അപ്പൊ അബ്ദുൽ മുത്തലിബ് അന്ന് പറഞ്ഞു, അന്ന് അബ്ദുൽ മുത്തലിബിനെ അറിയില്ല എന്റെ പേരക്കുട്ടി നബിയാണ്, റസൂലാണ്, അള്ളാന്റെ ഹബീബാണ്, ഇതൊന്നും അറിയില്ല. പക്ഷെ അന്ന് പറഞ്ഞു, എന്റെ മകൻ അവന്റെ ശത്രുക്കളുടെ നാവിൽ കൂടി പോലും സ്തുതിക്കപ്പെട്ടവനെന്ന് വിളിച്ചു പറയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് ഈ പേര് വെച്ചത്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുത്യർഹൻ, സ്തുതിക്കപ്പെട്ടവൻ എന്നതിന്റെ അർത്ഥം. അപ്പൊ ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയുമ്പോഴും കുറ്റം പറയുമ്പോഴും അവരെന്തെന്നാ പറയാ? മുഹമ്മദ് അങ്ങനെ, മുഹമ്മദ് ഇങ്ങനെ, മുഹമ്മദ് ചെയ്തു, മുഹമ്മദ് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സഹാബാക്കളോട്, സഹാബാക്കളെ, അവര് എന്നെ ചീത്ത പറയുമ്പം ഞാൻ അവരോട് പ്രതികാരം ചെയ്യാതെ മറുത്തൊന്നു പറയാതെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പം നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? സഹാബാക്കൾ പറഞ്ഞു, തീർച്ചയായും. കാരണം പലർക്കും ബാലെടുത്ത് കൊല്ലാൻ തോന്നും, അമ്മാതിരി വർത്താനം പറയും ഖുറൈശികൾ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവര് മുദമ്മമിനെയാണ് ചീത്ത പറയുന്നത്, വഅന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. എന്താ കാര്യം എന്നറിയോ? അബൂജഹൽ അടക്കമുള്ള നേതാക്കന്മാര് മുഹമ്മദ് എന്ന പേരിന്റെ അർത്ഥം മനസ്സിലാക്കി ആ പേരൊന്ന് തിരിച്ചിട്ടു. കാരണം നമ്മൾ എന്ത് തെറി പറഞ്ഞാലും വിളിക്കുന്ന എന്തെന്നെയാണ്? സ്തുതിക്കപ്പെട്ട മുഹമ്മദ്. അത് ശരിയാവൂല. മുദമ്മം എന്ന് വിളിച്ചാൽ മതി, ആക്ഷേപിക്കപ്പെട്ടവൻ, തെറ്റപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ. റസൂലുള്ളാഹി പറഞ്ഞു, അവരേതോ മുദമ്മമനെയാ ചീത്ത പറയുന്നത്, വഅന മുഹമ്മദ്, ഞാൻ അതല്ല, ഞാൻ മുഹമ്മദാണ്. നമ്മൾ മുസ്ലിമീങ്ങൾ തിരുത്തുള്ളൊരു തെറ്റുണ്ട് ഇവിടെ. മുഹമ്മദ് എന്ന പേര് വെച്ചാൽ അങ്ങനെയേ വിളിക്കാവൂ. സായിപ്പന്മാരെ വിളിച്ച പോലെ മുഹമ്മദ് ആക്കരുത്. ഇംഗ്ലീഷിന്റെ സ്പെല്ലിംഗ് എഴുതുമ്പം എമ്മിന് ശേഷം ഓ ഇട്ടിട്ടൊരു കുത്തിട്ടാൽ അത് മുഹമ്മദ് ആവൂല. എമ്മിന് ശേഷം യു ഇട്ട് വിളിച്ചാലേ മുഹമ്മദ് ആവുള്ളൂ. എന്താ സംഗതി എന്നറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ തന്നെ മുസ്ലിം ഉമ്മത്ത് വെറും ചണ്ടികൾ തന്നെ. അവരിത് പഠിക്കൂല, അറിയൂല, അവർക്ക് ഇതിനെപ്പറ്റി ഒരു ഗൗരവമില്ല എന്നല്ല. ചിലപ്പം എമ്മിന് ശേഷം ഓട്ട് വിളിക്കുന്ന കേൾക്കുമ്പം ഈ തിരിയാത്തവന്റെ മനസ്സിന് ചിലപ്പോ ഒരു ഇസ്സത്തെല്ലാം തോന്നും.
അങ്ങനെ അറബികൾ വിളിക്കും പോലെ 6-ാം നൂറ്റാണ്ടുകാർ വിളിച്ച പോലെ ഈ പുതിയ കാലത്തിന് മുഹമ്മദ് എന്നാരും വിളിച്ചിട്ട് ഞാൻ മുസ്ലിമാന്ന് വിചാരിച്ചു പോവണ്ട. അങ്ങനെ തോന്നുന്ന പമ്പര വിഡ്ഢികളും ഇന്ന് ഈ ഉമ്മത്തിന്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയോ? ബാപ്പയും ഉമ്മയും ഇട്ട പേര് ഓഫീസർമാരെ കണ്ട് പത്രത്തിൽ പരസ്യം കൊടുത്ത് ഞാൻ എന്റെ പേര് മാറ്റുന്നുണ്ട്, എമ്മിന് ശേഷം യു ഞാൻ തെറ്റി എമ്മിന് ശേഷം ഓ ആക്കിയിട്ടുണ്ട്, അങ്ങനെ വിളിച്ചാൽ മതി. ജൂതൻ ചെയ്ത പണിയാണ്. കാരണം എന്താ അറിയോ? സ്തുതിക്കപ്പെട്ടവനെന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മാറ്റപ്പെടാൻ അവൻ കൊതിച്ചതിന്റെ ഫലം ഹക്ക് തിരിയാത്ത ഉമ്മത്ത് അങ്ങനെ തന്നെ ഏറ്റെടുത്തു. ബാക്കി കുറെ കാര്യം ഏറ്റെടുത്ത പോലെ. അത് ശരിയല്ല. മുഹമ്മദ് അബ്ദുൽ മുത്തലിബ് വെച്ച പേരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിച്ച സമയത്തെ അത്ഭുതങ്ങൾ തുടങ്ങി. അന്ന് മക്കത്തുള്ള ഖുറൈശി പ്രമാണിമാരുടെ വീടുകളിൽ ഉമ്മമാര് മക്കൾക്ക് പാല് കൊടുക്കൂല. അവര് മുലയൂട്ടുന്ന സ്ത്രീകളെ വിളിച്ചു വരുത്തി അവർക്ക് പൈസ കൊടുത്ത് ഇവരെ പാലൂട്ടാൻ വേണ്ടി ഏൽപ്പിക്കും. അതിന് ചില കാരണങ്ങളുണ്ട്. ചില സംസ്കാരമുള്ള കുടുംബങ്ങൾ മക്ക എന്ന പട്ടണത്തിൽ മക്കളെ വളർത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മക്ക മിക്സ് ആയിട്ടുള്ള സ്ഥലമാണ്. പല നാട്ടിൽ നിന്ന് കച്ചവടക്കാർ വരും. പല ആളുകളും കഅബാലയം തവാഫ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ വരും. അപ്പൊ പല ഭാഷകൾ മിക്സായി, പല സംസ്കാരങ്ങൾ മിക്സായി, പല സ്വഭാവങ്ങൾ മിക്സായി, ആകെക്കൂടെ മോശാവസ്ഥയാണ്. മാത്രമല്ല ജാഹിലിയ്യത്തിന്റെ വൃത്തികേടുകൾ അവർക്ക് തന്നെ അറിയാം നമ്മൾ ചെയ്യുന്ന ശരിയല്ല. അതുകൊണ്ട് മക്കള് അത് കണ്ടും കേട്ടും വളരണ്ടെന്നുള്ള നീയത്തില് അവര് ഗ്രാമങ്ങളിലേക്ക് മക്കളെ കൊണ്ടുവിടും. ആ ഗ്രാമത്തിൽ വളരാൻ, ഗ്രാമത്തിന്റെ സംസ്കാരവും വിനയവും ഭാഷാശുദ്ധിയും മക്കൾ ചെറുപ്പത്തിലെ പഠിക്കാൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ വർഷത്തിലും അതേപോലെ ഗ്രാമങ്ങളിൽ നിന്ന് സ്ത്രീകൾ വന്നു കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ. ഇതെന്തിനാ പറയുന്നറിയോ? റബീഉൽ അവ്വൽ മാസം വരാൻ പോവാണ്. എന്തെല്ലോ പേക്കൂത്തുകൾ കാണിക്കുന്നതിനേക്കാളും നല്ലത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാന്നറിഞ്ഞ് ആ പ്രിയപ്പെട്ട പ്രവാചകനെ അങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് മാറ്റുക. അത്രേ പറയാനുള്ളൂ. ഖുറൈശികളുടെ പേര് കേട്ട തറവാടികളിൽ നിന്ന് വന്നവര് പലരും കുഞ്ഞുങ്ങളെടുത്തു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുക്കാൻ ആരുമില്ല. കാരണം പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോ അവർക്ക് മനസ്സിലായി അബ്ദുൽ മുത്തലിബ് ഫഖീറാണ്. അയാളെ വീട്ടിൽ നിന്ന് ആ കുഞ്ഞിനെ സ്വീകരിച്ചാൽ പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെന്തിനാ നമ്മൾ വെറുതെ വിളിച്ചിട്ട് പോകുന്നു? നമുക്ക് നഷ്ടമല്ലേ? എല്ലാരും അല്ലാഹുവിന്റെ റസൂലിനെ ഒഴിവാക്കി. പക്ഷെ ആകാശത്തിന്റെ മുകളിൽ അതിന്റെ അപ്പുറത്തൊരു തർത്തീബ് ഉടമസ്ഥനായ അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ, ആ വന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പാവപ്പെട്ട സ്ത്രീ. താരീഖിന്റെ കിതാബ് പറയുന്നു, ഒരു കുഞ്ഞിന് പാല് കൊടുക്കാൻ ആ പെണ്ണുങ്ങളുടെ മാറിൽ പാലില്ല, അത് വറ്റി വരേണ്ടതാണ്. പക്ഷെ എന്നിട്ടും വന്നെന്തിനറിയോ? എങ്ങനെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടിയാൽ അവര് തരുന്ന പൈസ വെച്ചിട്ട് വീട്ടിൽ കഞ്ഞി കുടിക്കാമല്ലോ, ആ ചിന്തയിൽ വന്നതാണ്. ഹലീമ പറയാണ് റളിയല്ലാഹു അൻഹ, നമ്മൾ മക്കത്തേക്ക് വരുമ്പം എന്റെ കൂടെയുള്ള സ്ത്രീകളൊക്കെ ഒട്ടകപ്പുറത്താണ്, ഞാനൊരു കഴുതപ്പുറത്താണ്. എനിക്ക് ഒട്ടകമില്ല, ഫഖീറത്താണ്. എന്റെ കൂടെയുള്ള പെണ്ണുങ്ങളൊക്കെ എന്നെ പിറകിലാക്കിയിട്ട് മുന്നിലേക്ക് ഒട്ടകത്തെ ഓടിച്ചങ്ങ് പോയി. കാരണം ആദ്യം ചെന്നാൽ മക്കത്തുള്ള വലിയ പൈസക്കാരുടെ മക്കളെ കിട്ടും. എന്റെ കഴുത മേലെ ചൊവ്വേ നടക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ താമസിച്ച് വളരെ വൈകി അവസാനമാണ് എത്തിയത്. ഞാൻ നോക്കുമ്പോ പ്രധാനപ്പെട്ട മക്കളെല്ലാരും കൊണ്ടുപോയിട്ടുണ്ട്. നോക്കുമ്പോ മുഹമ്മദ് മാത്രമേ ബാക്കിയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ സ്വീകരിച്ചില്ല. അന്ന് രാത്രി കടന്നുറങ്ങുമ്പം ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു, നമുക്ക് എടുത്താലോ അബ്ദുൽ മുത്തലിബിന്റെ മോനെ? പുറം കയ്യോടെ പോകുന്നതിനേക്കാളും നല്ലത് അതല്ലേ? ഒന്നും തരാനൊന്നും ഉണ്ടാവൂല, എന്നാലും എന്തെങ്കിലും കിട്ടിയാലോ, കൊണ്ടുപോവാ. ശരി, ഭർത്താവ് സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ ഹലീമത്തു സഅദിയ്യ ആമിനയെ കാണാൻ വേണ്ടി ചെന്നു. കുഞ്ഞിനെ നമ്മൾ സ്വീകരിച്ചോളാം. നിങ്ങളെല്ലാം വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് പോയല്ലേ, പ്രശ്നമില്ല, നമുക്ക് തന്നോളി, കൊണ്ടുപോയിക്കോളാം. ആമിന കുഞ്ഞിനെ ഹലീമാനെ ഏൽപ്പിച്ചു. അവരെ യാത്ര തുടങ്ങി. ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ കൂട്ടുകാരികൾ ഇന്നലെ സ്ഥലം വിട്ടതാണ്, പക്ഷെ അവർക്ക് മുമ്പ് നാട്ടിലെത്തിയത് ഞാനാണ്.
അവരുടെ ഒട്ടകങ്ങൾ ഓടുന്നതിനേക്കാൾ സ്പീഡില് എന്റെ കഴുത ഓടാൻ തുടങ്ങി. വഴിക്ക് വെച്ച് എന്റെ കൂട്ടുകാരികൾ കണ്ടു. അവര് വിളിച്ചു, യാ ഹലീമ, നീ ഇന്നലെ വന്ന കഴുതന്നല്ലേ ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് നമ്മുടെ കൂടെ എത്തിയത്? നിനക്ക് കിട്ടിയിരിക്കുന്ന കുഞ്ഞെന്തോ സംഭവമുള്ള കുഞ്ഞാൻ. കൂട്ടുകാരികൾ ഹലീമത്തു സഅദിയാനോട്. ഹലീമ നാട്ടിലെത്തി, ഗ്രാമത്തിലെത്തി. വീട്ടിൽ ചെന്ന് നോക്കുമ്പം പാലില്ലാതെ ഭക്ഷണം കിട്ടാതെ മെലിഞ്ഞുണങ്ങിയ ആടുകളൊക്കെ തടിച്ചു കൊഴുത്തിരിക്കുന്നു. അവരുടെ അകിടിൽ പാല് നിറഞ്ഞിട്ട് കറക്കാൻ വേണ്ടി തുളുമ്പി നിൽക്കുന്നു. കുഞ്ഞിന് പാല് കൊടുക്കാൻ നോക്കുമ്പം മെലിഞ്ഞൊട്ടിയ ഹലീമാന്റെ മാറില് പാല് നിറഞ്ഞിട്ട് ഇറ്റുന്നു. ഇവർക്ക് എന്താ സംഭവം എന്ന് തിരിയുന്നില്ല. രാത്രി കിടക്കാൻ നേക്കത്ത് ഹലീമ പറയാൻ, ഫഖാല സാഹിബി, എന്റെ ഭർത്താവിനോട് പറഞ്ഞു, യാ ഹലീമ, വല്ലാഹി ഇന്നി ലഅറാകി ഖദ് അഖസ്തി നസ്മതൻ മുബാറക. ഹലീമ, നീ മക്കത്ത് നിന്ന് ഏറ്റെടുത്ത കുഞ്ഞ് ഒരു അനുഗ്രഹീതനായ കുഞ്ഞാണ്. ഇല്ലെങ്കിൽ ഇതെങ്ങനെ കിട്ടാനാണ്? നമ്മൾ ഇന്നലെ വന്ന് നമ്മുടെ ആട്ടിനെ കറന്ന് പാല് കുടിച്ചു, നമ്മുടെ അയൽവാസികൾക്ക് പാല് കൊടുത്തു. എന്നിട്ടും ആടിന്റെ അകിടുന്ന് പാല് തീരുന്നില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്നുമില്ലാത്ത ആടുകള് എവിടെന്നോ പോയിട്ട് പുല്ലും കഴിച്ച് വയറും നിറച്ചിട്ട് വരുന്ന കാഴ്ച. നസ്മത്തും മുബാറക. ഹലീമ, നമ്മൾ ഏറ്റെടുത്തത് ചില്ലറ കുഞ്ഞല്ല. അലം തറ മാ ബിസ്നാ ബിഹിൽ ലൈല മിനൽ ഖൈരി വൽ ബറക. നമ്മൾ ഇന്നലത്തെ രാത്രിയിൽ കുറെ ഖൈറും ബർക്കത്തും അത്ഭുതത്തോടെ കണ്ടില്ലേ ഹലീമ? അതുകൊണ്ട് നീ ആ കുഞ്ഞിനെ പൊന്നുപോലെ നോയിക്കോളിൻ, നമുക്ക് ഉപകാരപ്പെടും. ഹലീമാക്കും ഭർത്താവിനും ആഖിറൊന്നും അന്നേരം അറിയില്ല, ഇതെന്താകുമ്പോന്നറിയില്ല. അവര് കണ്ടത് ദുനിയാവിന്റെ ഖൈറാൻ. പാല് വീഴുന്നു, പാല് കറക്കാം, അത് വെക്കാം, അവർക്ക് ഭക്ഷണം കഴിക്കാം, പാല് കുടിക്കാം, അതെന്തായാലും ഉണ്ടാവും. ഹലീമാന്റെ ഭർത്താവിനെ ബോധ്യായി. പിറ്റേന്ന് ആടുകളെ മേയ്ക്കാൻ വിട്ടു. ഞാൻ ഇങ്ങനെ കഥ പറയുന്നത് അറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ഉള്ളിൽ വരണം, മഹബ്ബത്തോടെ, വലിയ മഖാമോടെ. അള്ളാന്റെ ഹബീബിന്റെ ഒരു സുന്നത്ത് മുന്നിൽ കണ്ടാൽ, ഇന്ന് ആളുടെ സുന്നത്തല്ലേ, അത് മതി എനിക്ക് എന്ന് ഉറപ്പിച്ചു പറയാൻ എന്റെ നിങ്ങളെയും ഖൽബിന് പറ്റണം. അങ്ങനെ ഉള്ളു കയറ്റണം. നമ്മുടെ നബി അവർ ആരാണ്? മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ട് മദീനത്ത്. നബിയുടെ ഉപ്പ അബ്ദുള്ള, ഉമ്മന ആമിന ബിയാണ്. സദഖല്ലാഹുൽ അദീം. ഇത്രയുള്ള ഉമ്മത്തിന്റെ അറിവ്. അതുപോരാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹബ്ബത്ത് വരാത്തത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅതു ബിഹി. ഈ ഓരോരുത്തരുടെയും നഫ്സിന്റെ ആഗ്രഹങ്ങൾ, ഇച്ഛകള് അതെന്റെ സുന്നത്താകുന്നത് വരെ ഒരുത്തനും മുഅ്മിനാവൂല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എങ്ങനെയാ ഹവ സുന്നത്താവുക? ഇതാരുടെ സുന്നത്താന്ന് അറിയുമ്പം, മുഹമ്മദ് മുസ്തഫാനെ തിരിച്ചറിയുമ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം. പിറ്റേന്ന് രാവിലെ ആടുകളെ മേക്കാൻ വിട്ടു. പെട്ടെന്നുണ്ട് ഒരു പറ്റം കൂട്ടുകാരികൾ ഹലീമാന്റെ വീട്ടിലേക്ക്. ഹലീമ, നീ നിന്റെ ആടുകളെ എവിടെയാ മേക്കാൻ വിടുന്നത്? നിന്റെ ആട് പോകുന്നിടത്തെല്ലാം പുല്ലിഷ്ടം പോലെ കാണുന്നല്ലോ. നമ്മൾ ആടിനൊന്നും കിട്ടാനില്ല. നമ്മൾ ആടുകളെയും കൂടി നിന്റെ ആടിന്റെ പരം വിട്ടോട്ടെ പുല്ലു തിന്നാൻ എന്ന് പറഞ്ഞാൽ പരിസരങ്ങളിലേക്കും ഹലീമാന്റെ വീട്ടിലുള്ള കുഞ്ഞിന്റെ ബർക്കത്ത് അറിയാൻ തുടങ്ങി. ഹലീമ പറഞ്ഞു സന്തോഷത്തോടെ, അഭിമാനത്തോടെ. കാരണം എന്താ അറിയോ? മക്കത്ത് പോയ സമയത്ത് ഹലീമാനെ ചവിട്ടി ഒതുക്കിയ സ്ത്രീകളാണ്. ആ വിട്ടോളി, എന്റെ മോന്റെ പരം, എന്റെ ആടിന്റെ പരം നിങ്ങൾ ആടും തിന്നോട്ടെ. പക്ഷെ അത്ഭുതം എന്താണെന്നറിയോ? ഹലീമാന്റെ ആടിന് മാത്രമേ പുല്ലുള്ളൂ, ബാക്കിയൊന്നിനുമില്ല. ഹിക്മത്ത് അല്ലാഹു അഅലം. ഹലീമ ഖൈറിലാണ്, ഇപ്പൊ നല്ല ബറക്കത്തിലാണ്. ഹലീമാന്റെ പാലും കുടിച്ച് ഹലീമാന്റെ മറ്റു മക്കളോടൊപ്പം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരാൻ തുടങ്ങി. ഒരു ദിവസം ഉച്ച സമയം, നബി ആയില്ലേ, 2-3 വയസ്സത്രേ. ഉച്ചക്ക് ഹലീമ റളിയല്ലാഹു അൻഹ മക്കളെപ്പരം ആടുകളെ മേയ്ക്കാൻ പോയ മോനെ നോക്കി പരതിയിട്ട് പോയി. മക്കളെ കാണാൻ ഉച്ച സമയം. കുറെ പരിധി നോക്കുമ്പോൾ ഒരു മലഞ്ചെരുവില് വെയിലത്ത് ഉറങ്ങാൻ കിടക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമാന്റെ മോളെ കൂടെ കിടന്നുറങ്ങുകയാണ്. ആ ചെറിയ പൈതല്. ഹലീമ നോക്കുമ്പോ നല്ല ചൂട്. ഹലീമത്തു സഅദിയ ഓടി വന്നു, വിളിച്ചു, മോളെ, ഫീ ഹാദൽ ഹർ, ഈ മക്കത്തെ ഖുറൈശ് പയ്യനെ ഈ ചൂടത്താ നീ കിടത്തിയിരിക്കുന്നത്. കട ഹൈറും ബറക്കത്തും കിട്ടുന്ന പൊന്മുട്ടയിടുന്ന താറാവാണ് ഹലീമാക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വെയിലത്താ നീ കിടത്തിയിരിക്കുന്നത്. അപ്പൊ മോള് പറയാണ്, യാ ഉമ്മ
മാ വജദ അഖീ ഹർറൻ, എന്റെ ഈ സഹോദരന് വെയിൽ കൊള്ളുന്നില്ല. അപ്പെണ്ണെന്തൊരു ഭാഗ്യവതിയാണ്, ഫ്രീ ആയിട്ട് കൂടപ്പുറപ്പായിട്ട് കിട്ടിയാല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. യാ ഉമ്മ മാ വജദ അഖീ ഹർറൻ, ഞാൻ നോക്കി, ഞാൻ പരിശോധിച്ചു, എന്റെ ഈ സഹോദരന് വെയിൽ കൊള്ളുന്നില്ല. റഅയ്തു ഗമാമതൻ തദില്ലു അലൈഹി, ഞാൻ എന്റെ സഹോദരനെ ശ്രദ്ധിച്ചപ്പം ഒരു മേഘം ആ കുഞ്ഞിന്റെ മുകളിൽ മറയിടുന്നത്, തണൽ നൽകുന്നത് ഞാൻ കണ്ടു. ഉമ്മ, ഈ കുഞ്ഞ് നിന്നാൽ ഇദാ വഖഫ വഖഫത്, കുഞ്ഞ് നിൽക്കുമ്പോ മേഘം നിൽക്കുന്നു, കുഞ്ഞ് നടക്കുമ്പോ മേഘം നടക്കുന്നു, ഇത് ഞാൻ കണ്ടു. ഉമ്മ, ഹലീം ഓടിച്ചെന്ന് മോനെ കോലെടുത്ത് 2 മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, മോളെ എന്റെ മോനെ ശ്രദ്ധിച്ചോളട്ടോ, ഇത് ചില്ലറക്കാരനല്ല. ഹലീമാക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തു. ഈ വരാൻ പോകുന്നത് ചെറിയ ആളല്ല, ഒരു മഹാസംഭവമാകാൻ പോകുന്ന ഒരു മോനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ഹലീമാവും ഭർത്താവും വീട്ടിലുണ്ട്. മക്കളുണ്ട്, ഓടി വരുന്നു. ഹലീമാന്റെ സ്വന്തം മക്കള് ഓടി വരുന്നു. ഉമ്മ, ആ ഖുറൈശി പയ്യൻ നമ്മുടെ സഹോദരൻ കൊല്ലപ്പെട്ടു. 2 ആൾക്കാർ വന്ന് പിടിച്ച് കിടത്തിയിട്ട് വയറ് മുറിക്കും നമ്മൾ കണ്ടു. ഹലീമാക്ക് കാല് വറച്ചു. മാപ്പിളയും വീടും കൊണ്ട് ഓടി കുഞ്ഞിനെ നോക്കാൻ. നോക്കുമ്പോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മലഞ്ചെരുവിൽ ഇരിക്കുന്നുണ്ട്. നിറം മാറിയിട്ടുണ്ട്, എന്തോ കണ്ടു പേടിച്ചിട്ട്. ആളെ മുഖം മാറിയിട്ടുണ്ട്, നിറം മാറിയിട്ടുണ്ട്. ഭർത്താവ് ചെന്നു ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു, യാ ബുനൈ മാ ശഅനുക്, എന്തു പറ്റി മോനെ, നീക്കെന്താ സംഭവിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ ഉപ്പാക്ക്, വളർത്തുപ്പാക്ക്, ജാഅനി റജുലാൻ, ഞാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പം 2 ആളുകൾ വന്നു. അലൈഹിമാ സിയാബുൻ ബിയദ്, 2 ആളും നല്ല വെള്ള വസ്ത്രം ധരിച്ചവരാണ്. അൽ ജഅനി, 2 ആളും എന്നെ പിടിച്ച് കിടത്തി. അപ്പൊ ഒരാൾ ചോദിക്കുന്നുണ്ട്, അഹുവ ഹുവ, ഈ വന്ന 2 ആൾ ഒരാൾ ചോദിക്കാണ്, അഹുവ ഹുവ, ഇതാണോ പറഞ്ഞ ആള്? അപ്പൊ മറ്റേ പറഞ്ഞു, നഅം ഹാദാ ഹുവ, അതാ ഇയാള് തന്നെ എന്ന് പറഞ്ഞാൽ ആകാശ ലോകത്തിൽ നിന്ന് റിപ്പോർട്ട്, ഓർഡർ കിട്ടിയിട്ട് വന്നതാണ്, ആകാശ ലോകത്തിൽ നിന്ന് കൽപ്പന കിട്ടിയിട്ട് വന്നതാണ്. നിങ്ങൾ പോണം ഹലീമാന്റെ ഗ്രാമത്തിലേക്ക്. അവിടെ മലഞ്ചെരിവിൽ ഹലീമന്റെ കുട്ടികൾക്കൊപ്പം ആ ഖുറൈശി പയ്യൻ ആമിന അബ്ദുള്ളാന്റെ മോന് കളിക്കുന്നുണ്ട്. ചെന്ന് കണ്ടുപിടിച്ച് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിട്ടതാണ്. ആര്? റബ്ബുൽ ആലമീൻ. എന്തുകൊണ്ടറിയോ? ഈ പയ്യൻ അബ്ദുള്ള ആമിനാന്റെ മോൻ മാത്രമല്ല, ഈ ഉമ്മത്തിന്റെ റസൂല് കൂടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 ആൾക്കാരും അൽ ജഅനി, എന്നെ പിടിച്ച് കടത്തി. ഫശഖ ബത്നി, എന്റെ വയറ് കീറി. സുമ്മ സഖറജ മിൻഹു ശൈഅ, അതിന്റെ ഉള്ളിൽ നിന്ന് എന്തോ എടുത്ത് പുറത്തെടുത്തു. ഫതറഹാഹു, അതിനെ എറിഞ്ഞു കളഞ്ഞു. സുമ്മ റദ്ദാഹു കമാ കാൻ, എന്നിട്ട് നേരത്തെ പോലെ തുന്നിക്കെട്ടി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹദീസിന്റെ റാവി പറയാൻ, വല്ലാഹി ഞാൻ ആ തുന്നിക്കെട്ടിയ അടയാളം കണ്ടിട്ടുണ്ട്, നെഞ്ചു തൊട്ട് പൊക്കിൾ കുഴി വരെ. വഫാത്താകുന്നവരെ ജിബ്രീലിന്റെ ഓപ്പറേഷൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ട്. അതിനുള്ളിന്ന് ശൈത്താനിയത്തെടുത്ത് കളഞ്ഞു. വേറെ ചില റിവായത്തുകളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞു, മാ സംസം, സംസം വെള്ളവും പിന്നെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഐസ് കട്ടകളും വെച്ച് എന്റെ കൽബിനെ അവര് കഴുകി, എന്നിട്ട് അവര് നേരത്തെ പോലെ തുന്നിക്കെട്ടി തിരിച്ചുപോയി. ഈ കഥ പറയാൻ ആരോട്? ഉപ്പാനോട്, വളർത്തുപ്പാനോട്. ഉപ്പ ഹലീമാനെ നോക്കി, ഹലീമ, ഈ നിസ്സാര സംഗതിയല്ല, എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു, ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നറിയില്ല. നേരത്തെ മോള് പറഞ്ഞ മേഘം ഇപ്പൊ കീറി മുറിക്കുന്നു. ആമിന അടുത്തേക്ക് പോവാം. 2 ആൾക്കാരും പോയിട്ട് പറഞ്ഞു, ആമിന, ഈ മോനെ നിങ്ങൾ തന്നെ വെച്ചോ, നമുക്ക് പേടിയാവുന്നു. ആമിന ചോദിച്ചു, 2 വയസ്സ് പൂർത്തിയാവുമ്പം തിരിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടി കൊല്ലം നമ്മളപ്പുറത്തെ നിന്നോട്ട് പറഞ്ഞ് കൊണ്ടുപോയ ആൾക്കാരല്ലേ നിങ്ങൾ, ഇപ്പൊ എന്താ നിങ്ങൾക്ക് ഇങ്ങനെ പേടിയാവാൻ കാരണം? അവർ പറഞ്ഞു, ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. ആമിന ചോദിച്ചു, എന്റെ മോനെ ശൈത്താൻ പിടിച്ചു നിങ്ങൾ വിചാരിക്കുന്നു? ശൈത്താൻ പിടിക്കൂല, വല്ലാഹി ശൈത്താൻ പിടിക്കൂല. പ്രസവ സമയത്ത് എനിക്ക് ഇന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാ ആമിന ആ സംഗതി പറയുന്നത്. ഉമ്മനടുത്താക്കി. പിന്നെ ജീവിതം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിനാന്റെ അടുത്താണ്. ഉപ്പ പന കണ്ടിട്ടേ ഇല്ല, യതീം, പന കണ്ടിട്ടേ ഇല്ല.
അതുകൊണ്ട് തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യതീം മക്കളോട് വലിയ ഇഷ്ടമാണ്. അന വകാഫിറുൽ യതീമി ഹകദ. ഈ രണ്ട് വിരലും ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാനും യതീം മക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നവരും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കും. ഹദീസിന്റെ ഉലമാക്കൾ പറഞ്ഞു, ഒന്നുകിൽ ഈ രണ്ട് വിരലുകൾ ചേർന്ന് നിൽക്കുന്ന പോലെ, അതല്ലെങ്കിൽ ഇതൊന്ന് വലുതും ഇതൊന്ന് ചെറുതുമാണ്, ഇത്ര ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അത്ര അടുത്തായിരിക്കും യതീമുകളെ സ്നേഹിക്കുന്നവൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യതീം മക്കളെ കണ്ടാൽ അവരെ തലയിൽ തലോടും, അവരെ കെട്ടിപ്പിടിക്കും, അവരെ അടുത്തിരുത്തും, നല്ല വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് അവരെ ചിരിപ്പിക്കും. അത് ഈ ഉമ്മത്തിന് മാതൃകയാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ യതീമാണ്. ഉപ്പയില്ലാത്തതിനും ഉമ്മയില്ലാത്തതിന്റെയും വേദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. 6 വയസ്സുവരെ ആമിനാന്റെ കൂടെയായിരുന്നു മോന്റെ ജീവിതം. ആമിനാന്റെ വീട്ടിലുള്ള ജോലിക്കാരിയാണ് ഉമ്മു ഐമൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കളിക്കൂട്ടുകാരി, കൂടെ എപ്പോഴും ഉണ്ടാവും. ഒരിക്കൽ ഉമ്മ മോനെയും കൊണ്ട് ഉപ്പാന്റെ കുടുംബക്കാരെ കാണാൻ വേണ്ടി പോയി മദീനയിലേക്ക്. ഉപ്പാന്റെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട്. തിരിച്ചു വരുന്ന വഴിക്ക് അബവായിൽ വെച്ച് ഉമ്മ ആമിനയും മരിച്ചു. ഉമ്മ ഐമൻ പറയുന്നുണ്ട്, ഈ കുഞ്ഞുമ്മാനെ തട്ടി വിളിക്കും, ഏ ഉമ്മ, ഏ ഉമ്മ. ഉമ്മ എണീക്കുന്നില്ല. ഉമ്മ ഐമൻ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അന്നത്തെ ആ വഴിയിൽ പാറക്കെട്ടുകൾക്കിടയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേപോലെ ഉമ്മ ഐമൻ എന്നൊരു പെണ്ണും മാത്രം, മുമ്പിൽ ആമിനാന്റെ മയ്യത്തും. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ അവസ്ഥ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തി. നബിയായി കഴിഞ്ഞതിന് ശേഷം ഖുറൈശികൾ ഉപദ്രവിക്കാൻ തുടങ്ങി, തെറി പറയാൻ തുടങ്ങി, നാടുവിടേണ്ടി വന്നു, ബന്ധുക്കളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇതൊക്കെ ഓരോ ദാഇമാരും അനുഭവിക്കേണ്ടി വരും. തൗഹീദിലേക്ക് വിളിക്കുന്ന ഓരോരുത്തരും അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ച ഓരോന്നും അവരുടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും അനുഭവിക്കേണ്ടി വരും. തീർച്ചയാണ്. തൗഹീദിന്റെ വഴിയിൽ സുഗമമായ വഴിയില്ല, കല്ലും മുള്ളുള്ള വഴി മാത്രമേ ഉള്ളൂ. പക്ഷെ അള്ളാഹു ഓർമ്മപ്പെടുത്തി, യാ റസൂലല്ലാഹ്, ഈ പ്രായത്തിൽ നബിയാക്കി റസൂലാക്കി അയച്ചതിന് ശേഷം നാട്ടുകാരും വീട്ടുകാരും ഇങ്ങനെ എന്തെങ്കിലും കാണിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഒഴിവാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അലം യജിദിക യതീമൻ ഫആവാ. അന്നവിടെ ഉപ്പയില്ലാതെ അവവാകുന്ന ഉമ്മയും മരിച്ചു ഒറ്റക്കായിട്ടും ഞാൻ അങ്ങനെ നല്ല ഉരുക്കി കൈകളിൽ ഏൽപ്പിച്ചിട്ടില്ലേ ചെറുപ്പത്തില്? പിന്നെ എന്റെ റസൂൽ ആയതിന് ശേഷം ഞാൻ നിങ്ങളെ വിട്ടുകളയോ എന്ന് അല്ലാഹു ചോദിച്ച് ആ കഥ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉമ്മാൻ അവിടെ കബറടക്കി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമ്മു ഐമനും തിരിച്ച് മക്കയിലെത്തി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയും ഉമ്മയും ഉലമാക്കൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ്. ഇത് ഈ ഉമ്മത്ത് അറിയണം. ഈ രണ്ടുപേരും നരകത്തിലാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയും ഉമ്മയും നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളൊന്നും അല്ലാഹുക്ക് പ്രശ്നമല്ല. ആരുടെ മോൻ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഉപ്പ, എന്റെ ഹബീബിന്റെ ഉമ്മ, ഇതൊന്നും അല്ലാഹു പരിഗണിക്കൂല. അല്ലാഹു പരിഗണിക്കുന്നത് ആദർശമാണ്. തെളിവ് പറയാം. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാൽ യാ റസൂലല്ലാഹ് അയ്ന അബി. അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഒരാൾ വന്നു, അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്ന അബി, എന്റെ ഉപ്പ എവിടെയായിരിക്കും? സ്വർഗത്തിലായിരിക്കോ നരകത്തിലായിരിക്കോ? കാരണം ഉപ്പ ശിർക്കിലായിട്ട് മരിച്ചുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫിന്നാർ, ഫിന്നാർ, നിന്റെ ഉപ്പ നരകത്തിലാണ്. നമ്മളോട് ചില ആൾക്കാർ ചോദിക്കൂലേ, സലഫി പള്ളിയിൽ ഖുതുബക്ക് വന്ന് സലഫിയലായി കഴിയുമ്പോൾ, അപ്പൊ നിന്റെ ഉപ്പയും ഉമ്മയോ? അതെന്നാ പണ്ട് ചോദിക്കല് ഖുറൈശികള്. അപ്പൊ നിന്റെ ഉപ്പയും ഉമ്മയെല്ലാം നരകത്തില? ഇതേ ചോദ്യം റസൂലുള്ളാഹി സഹാബി വന്ന് ചോദിച്ചത്, എന്റെ ഉപ്പ എവിടെയായിരിക്കും? ഫിന്നാർ. ആദർശമില്ലാണ്ടാണ് ഉപ്പ മരിച്ചതെങ്കിൽ ഫിന്നാർ, നരകത്തിലാണ്. സഹാബിന്റെ നെഞ്ചു പൊട്ടി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മടക്കേരിക്കാരെ, തൗഹീദാദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ഉപ്പാക്കും ഉമ്മാക്കും. അല്ലെങ്കിൽ അവർ മരിച്ചിട്ട് പുതിന് കിടക്കുമ്പം അല്ലാഹുവേ ഇവർക്ക് നീ മാപ്പ് കൊടുക്കണേന്ന് പോലും പറയാൻ നമുക്ക് അനുവാദമില്ല. ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കണം ഉപ്പാന്റെ ഉമ്മാന്റെ അടുത്ത്. സഹാബിക്ക് വേദനയായി, സങ്കടപ്പെട്ട് പോകുന്ന സമയം ഫലമ്മ ഖഫ ദഅഹു, വേദനിച്ചുകൊണ്ട് പോകുന്ന സഹാബിയെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിച്ചു. പറഞ്ഞു, ഇന്ന അബീ വ അബാക ഫിന്നാർ, നിന്റെയും എന്റെയും ഉപ്പ നരകത്തിലാണ്. റസൂലുള്ളാഹി പറഞ്ഞു പോയതാ.
റസൂലുള്ളാഹി വെറുതെ ഒരു ആവേശത്തിലും വികാരത്തിലങ്ങ് പറഞ്ഞു പോയതാ. അല്ല, തന്റെ അനുയായി സങ്കടപ്പെട്ട് പോകുമ്പോൾ എന്റെ ഉപ്പാവും നരകത്തിലാന്ന് പറയാം, അദ്ദേഹത്തെ സമാധാനിച്ചോട്ടെ. സ്വന്തം ഉപ്പാനെ നരകത്തിലാക്കിയിട്ടാ ബാക്കിയുള്ളവരെ സമാധാനിപ്പിക്കല്? ഇബ്നു ബാസ് റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഇത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പൂർണ്ണ ബോധത്തോടെയും അറിവോടെയും കൂടിയാണ്. കാരണം വന്നജ്മി ഇദാ ഹവാ മാ ضل സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ. നിങ്ങളുടെ പ്രവാചകൻ, അല്ലാഹു പറയാൻ, നിങ്ങളുടെ പ്രവാചകൻ തോന്നിയ പോലെ ഒന്നും വർത്താനം പറയില്ല, വികാരത്തിനനുസരിച്ചൊന്നും സംസാരിക്കൂല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, ഞാൻ നൽകുന്ന നിർദ്ദേശം മാത്രമേ ആ റസൂല് പറയൂ. അല്ലാഹു പറയാൻ, ആ റസൂല പറഞ്ഞത് എന്റെയും നിന്റെയും ഉപ്പ നരകത്തിലാണ്. ഇമാം അൻ-നബവി റഹിമഹുല്ലാഹ്, ഞാൻ ഇമാം നബവിന്റെ വാക്ക് പറയുന്നത് അദ്ദേഹത്തെ അറിയാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലുള്ള എല്ലാ പള്ളി ഖത്തീബുമാരോടും ചോദിക്കും, എല്ലാ ഇമാമുകളും ചോദിക്കും, ഇമാം നബവിനെ അറിയോ? സുബ്ഹാനല്ലാഹ്, നീ എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? നമ്മുടെ രണ്ടാം ഇമാമല്ലേ ഇമാം നബവി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ടോളൂ. ഞാൻ എന്തിനാണ് ഇമാം നബവിന്റെ ഖൗല് കൂടി പറയുന്നത്? ഹദീസ് കേട്ട പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. എന്നാലും നമ്മളുടെ മുൻഗാമികളുടെയും ഇമാമുകളുടെയും ഈ വിഷയത്തിലുള്ള നിലപാട് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞ ഈ വാക്ക് ഞാൻ നിങ്ങൾ കേൾപ്പിക്കുന്നത്. കുഫറിലായിക്കൊണ്ട് ആരെങ്കിലും മരിച്ചാൽ, അള്ളാഹു വല്ലാത്തവനെ വിളിച്ചും ദുആ ചെയ്തും പ്രാർത്ഥിച്ചും പരമേൽപ്പിച്ചും ആരെങ്കിലും മരിച്ചാൽ ഫഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ്. വലാ തൻഫഉഹു ഖറാബത്തുൽ മുഖറബീൻ, അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത ആളുകളുമായിട്ടുള്ള ബന്ധമൊന്നും അവൻ ഉപകാരപ്പെടൂല. ഉപകാരപ്പെടുമെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ ഉപ്പ അബ്ദുല്ലാക്കും ഉമ്മ ആമിനാക്കും അത് ഉപകാരപ്പെടണം. കാരണം അള്ളാന്റെ ഏറ്റവും മുഖറബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഉപകാരപ്പെടൂല. വഫീഹി, ഈ സംഭവത്തിൽ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം, അന്ന മൻ മാത ഫിൽ ഫത്രതി അലാ മാ കാനത് അലൈഹി അൽ അറബ് മിൻ ഇബാദത്തിൽ ഔസാൻ ഫഹുവ മിൻ അഹ്ലിൻ നാർ. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി വരുന്നതിന് മുമ്പ് അന്ന് അറബികൾക്കിടയിൽ ഏതൊരു ആദർശമാണോ നിലവിലുണ്ടായത് അതിലായിക്കൊണ്ട് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നരകത്തിന്റെ അവകാശിയാണ്. അന്ന് അവർ ഏതിലായിരുന്നോ അതിലായിക്കൊണ്ട് ഇന്നാരെങ്കിലും മരിച്ചാൽ ഫഹുവ ഫിന്നാർ, അവനും നരകത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പയും ഉമ്മയും നരകത്തിൽ പോയ പോലെ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഫഇന്ന ഹഉലാഇ, ഈ കൂട്ടക്കാർ, മക്കത്ത് അന്നുണ്ടായ റസൂലുള്ളാഹിന്റെ ഉപ്പയും ഉമ്മയും അടക്കമുള്ള എല്ലാവരും, കാനത് ഖദ് ബലഗതുഹും ദഅവത ഇബ്രാഹീമ വഗൈരിഹി, ഇബ്രാഹിം നബിയുടെയും മറ്റു പ്രവാചകന്മാരുടെയും പ്രബോധനം എത്തിയ ആൾക്കാരാണ്. മില്ലത്തെ ഇബ്രാഹിം അറിയാവുന്നവരാണ്. അതുകൊണ്ടാണ് അവർ ഉംറ ചെയ്തതും ഹജ്ജ് ചെയ്തതും തവാഫ് ചെയ്യുന്നതും നോമ്പെടുക്കുന്നതും മുഹറം 10 നോമ്പെടുത്തതും ഒക്കെ മില്ലത്തെ ഇബ്രാഹിം അറിയുന്നതിനെ കൊണ്ടാണ്. എന്നിട്ടും അവർ ശിർക്ക് ചെയ്തു. അതുകൊണ്ട് അവർ കാഫിറായി നരകത്തിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഉപ്പയും ഉമ്മയും നരകത്തിലെന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട. അഹ്ലുസുന്ന വൽ ജമാഅന്റെ നിലപാട് അങ്ങനെ തന്നെയാണ്. വേറൊരു ഹദീസും കൂടെ പറയാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഅദൻതു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു, അൻ അസ്തഗ്ഫിറ ലി ഉമ്മി, എൻ്റെ ഉമ്മക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലാൻ. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് ചോദിക്കാൻ ഞാൻ എൻ്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു. ഫലം യഅ്ദൻ ലി, എൻ്റെ റബ്ബിനിക്ക് അനുവാദം തന്നില്ല. ആമിനാക്ക് വേണ്ടി നീ എന്നോട് പാപം പുറത്തു തരാൻ ചോദിക്കരുത്. എന്റെ ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അനുവാദം ചോദിച്ചു. എനിക്ക് അനുവാദം തന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബവായിലേക്ക് ചെന്നു. കൂടെ സഹാബാക്കളുണ്ട്. എന്നിട്ട് ആ ഖബറിന്റെ ഓരത്തിരുന്നു. ചെറിയ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന പോലെ കാലുകുത്തി ഇരുന്ന് മുട്ടിൽ കയ്യും വെച്ച് റസൂലുള്ളാഹി കരയാൻ തുടങ്ങി. കൂടെ ഉണ്ടായിരുന്ന 10,000-ഓളം വരുന്ന സഹാബാക്കൾ റസൂലുള്ളാഹിന്റെ കരച്ചിൽ കണ്ടിട്ട് കരഞ്ഞു. ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന എന്റെ ഉമ്മയാൽ അള്ളാന്റെ റസൂലായ എന്റെ ഉമ്മാക്ക് വേണ്ടി പോലും പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് പറയാൻ എനിക്ക് അനുവാദം ഇല്ല എന്നുള്ള സങ്കടത്തിന്. എന്താ അനുവാദം ഇല്ലാത്തത്? ശിർക്കിലായിട്ട് മരിച്ചുപോയി. അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിലും ആരെങ്കിലും മരിച്ചാൽ ശിർക്കിലായിക്കൊണ്ട് കുഫറിലായിക്കൊണ്ട്, ഉദാഹരണം പറയാം, ഒരു ഉറുക്കുണ്ട് കൈമല്,
ഓൻ വിശ്വസിക്കുന്നത് ഈ ഉറുക്ക് കെട്ടിയാൽ എനിക്ക് രോഗം വരൂല എന്നാണ്. ഈ ഉറുക്കുണ്ടെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കൂല എന്നാണ്. ഈ ചരടുണ്ടെങ്കിൽ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരൂല എന്നാണ്. ഈ വിശ്വാസത്തിലാണ് ആരെങ്കിലും മരിച്ചു പോയതെങ്കിൽ അവന് ഇസ്തിഗ്ഫാർ പാടില്ല എന്നാണ്. അല്ലാഹുവേ പുറത്തു കൊടുക്കണേ പറഞ്ഞൂടാ. കാരണം അല്ലാഹു ഒരിക്കലും പൊറുക്കൂല എന്ന് ഖുർആനിൽ അല്ലാഹു അറിയിച്ച കൊടും പാതകമാണ് ഒരു ചരടാണെങ്കിലും. നരകത്തിലാണ്. എന്റെ പൊന്നുമടക്കിയിരിക്കാരെ, ചെറുപ്പക്കാരെ, വിഡ്ഢികളാവരുത്, തലച്ചോര് പണയം വെക്കരുത്. ആൾക്കാർ പലതും പറയും. ഞാൻ ഈ ഓതിത്തന്നത് ഹദീസാണ്, ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്, പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. ഖുർആനും ഹദീസിനെയും പ്രമാണമാക്കുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചോളിൻ. ഇല്ലേ, ഇനിയും നമ്മുടെ ഇമാമും നമ്മുടെ ഖത്തീബും നമ്മുടെ ഖാദിയും പറഞ്ഞതേ സ്വീകരിക്കുള്ളൂ. മനുഷ്യ, അത് നിങ്ങളെ ഇഷ്ടം, പക്ഷെ പ്രമാണം ഇതാണ്. അതുകൊണ്ട് തൗഹീദ് മുറുകെ പിടിച്ചോളിൻ. ദാറത്തിന്റെ വഴിക്ക് പോവരുത്, തങ്ങന്മാരെ വഴിക്ക് പോവരുത്, ഉറുക്കും മേലസും തകിടം കെട്ടരുത്. ഇപ്പൊ ഒരു സുഖം ഉണ്ടാവും, ഇപ്പൊ ന്യായീകരിക്കാൻ ആളുണ്ടാവും. മെതിച്ച് കബറടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ മരിച്ച് യതീമായി തിരിച്ച് മക്കത്തെത്തി. 6 വയസ്സ്. ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് പൊന്നുപോലെ നോക്കാൻ തുടങ്ങി. കാരണം ഉപ്പയുമില്ല ഉമ്മയുമില്ല. താരീഖിന്റെ ഉലമാക്കൾ എഴുതി, അബ്ദുൽ മുത്തലിബ് മക്കത്തെ നേതാവാണ്, കഅബാലയത്തിന്റെ സൂക്ഷിപ്പുകാരനാണ്. കഅബാലയത്തിന്റെ മുറ്റത്ത് അബ്ദുൽ മുത്തലിബിന് ഒരു സോഫയുണ്ട്, നേതാവ് ഇരിക്കുന്ന സോഫ. അവിടെ ഇരുന്നിട്ടായിരിക്കും ഗോത്രങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കലും നിർദ്ദേശങ്ങൾ നൽകലും ഒക്കെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞല്ലേ, ചില സമയത്ത് കളിക്കുമ്പോൾ ആ സോഫന്റെ മുകളിൽ കയറി ഇങ്ങനെ ഉപ്പാപ്പ ഇരിക്കും പോലെ ഇരിക്കും. നമ്മളെ മക്കൾക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, ഉപ്പാന്റെ ഇരിക്കും പോലെ മക്കൾ ഇരിക്കും, ഉപ്പാന്റെ കസേരമ കയറിയിരിക്കും, ഉപ്പ വർത്താനം പറയും പോലെ വർത്താനം പറയും. അബ്ദുൽ മുത്തലിബിന്റെ മോനെ ഉപ്പാപ്പാനെ പോലെ ആ കസേരമനെ കയറിയിരിക്കും. മക്കാര് പറയും, മോനെ എന്റെ ഉപ്പാപ്പന്റെ ഈ സീറ്റാണിത്, നേതാവിന്റെ സീറ്റ് എനിക്ക് ഇരിക്കാൻ പറ്റൂല. അബ്ദുൽ മുത്തലിബ് പറയും, ദഊ, എന്റെ മോനെ വിട്ടേക്കിൻ, ഓനിന്റെ മോളിൽ ഇരിക്കേണ്ടവനാണ്, ഓനൊരു ഭാവിയുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു എന്ന് പറയും ഉപ്പാപ്പ. കാരണം ആ മോൻ വളരുന്ന ഉപ്പാപ്പ ശ്രദ്ധിക്കൂലേ? ആ മോനിൽ കാണുന്ന അന്ന് മക്കത്ത് ആർക്കില്ലാത്തൊരു പ്രത്യേക സ്വഭാവം അന്ന് റസൂലുള്ളാഹിക്കുണ്ട്. അത് അബ്ദുൽ മുത്തലിബ് മനസ്സിലായിട്ടുണ്ട്. ദഊ, വിട്ടേക്കിൻ. പിന്നെ ഖുറൈശികൾ ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കും. ഉപ്പാപ്പന്റെ സോഫ റസൂലുള്ളാഹി വന്നിരിക്കുമ്പം, ഓ ഉപ്പാപ്പന്റെ മോൻ വന്നിരിക്കുന്നുണ്ട്. അത്ര ഇഷ്ടമായിരുന്നു മക്കക്കാർക്ക്. കാരണം അത്ര സൗന്ദര്യം, അത്ര നല്ല വർത്തമാനം, വശ്യമായ ചിരി, ഇടപെടല്, ആളുകൾ മുത്തുകളെ പോലെ കയ്യും മെയ്യും, സാധാരണ മലയാളത്തിൽ പറയും, സ്വന്തം മക്കളെ പോലും നോക്കാതെ മുഹമ്മദിനെ നോക്കിയിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുൽ മുത്തലിബും പോയി. മൂത്താപ്പ അബൂ താലിബിന്റെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ചു. അതിനിടയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു സംഭവം ഉണ്ടായി. യുവാവായി വളരുകയാണ് മക്കത്ത്. മുഹമ്മദ് യുവാവായി വളരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കക്കാർക്കിടയിൽ സത്യസന്ധൻ, വിശ്വസ്തൻ, കളവ് പറയാത്തവൻ. ആൾക്കാർ പറയും, വാ നമുക്ക് മുഹമ്മദിനോട് വർത്താനം പറയാം, കുറച്ച് സമാധാനം കിട്ടും. അന്ന് നബിയായിട്ടില്ല, ചെറുപ്പക്കാരനാണ്. അങ്ങനെയാണ് കച്ചവടം. സ്വത്തുക്കളന്ന് നിധിയായിട്ട് കുഴിച്ചിടും ആൾക്കാർ. കച്ചവടത്തിന് പോകുമ്പോൾ സ്വത്ത് കുഴിച്ചുകൂടലാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാവായതിനു ശേഷം അതൊഴിവാക്കി, നമുക്ക് മുഹമ്മദിനെ ഏൽപ്പിച്ചിട്ട് പോവാം. അൽ അമീനാണ്, വിശ്വസ്തനാണ്. നദർ ഇബ്നുൽ ഹാരിസ് ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഖുറൈശിയാണ്, ശത്രുവാണ്. റസൂലുള്ളാഹി ആദർശത്തിനോട് വെറുപ്പുള്ള ആളാണ്. നുബുവത്ത് കിട്ടിയിട്ട് ദഅവത്ത് തുടങ്ങിയ സമയം ഖുറൈശികൾ ഇത് സാഹിറാണ്, കദ്ദാബാണെന്നൊക്കെ പറഞ്ഞപ്പം മൂപ്പര് പറഞ്ഞൊരു വാക്കുണ്ട്. അയാൾ പറഞ്ഞു, ഖദ് കാന മുഹമ്മദുൻ ഫീകും ഗുലാമൻ ഹദസൻ. നിങ്ങൾക്ക് ഈ മുഹമ്മദിനെ ചെറുപ്പത്തിലേ അറിയില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾക്ക് ചെറുപ്പത്തിലേ അറിയുന്നല്ലേ മുഹമ്മദിനെ? അർദാകും ഫീകും, നിങ്ങളെ കൂട്ടത്തിൽ മക്ക എന്ന് പറയുന്ന നാട്ടില് 2000-ലധികം വരുന്ന ഖുറൈശികൾക്കിടയിൽ നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും തൃപ്തനായ ആളായിരുന്നില്ലേ മുഹമ്മദ് ചെറുപ്പത്തിൽ?
നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും അധികം സത്യം പറയുന്ന ആളായിരുന്നില്ലേ? വഅഅദമുകും അമാന, നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും വിശ്വസ്തനായിരുന്നില്ലേ ഈ മുഹമ്മദ്? ഹത്താ ഇദാ റഅയ്തും ഫീ സദിഗൈഹി ശൈബി വജാഅകും ബിമാ ജാഅകും, അങ്ങനെ ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ ഇങ്ങനെ സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും വിശ്വസ്തനാക്കി സത്യസന്ധനാക്കി കൊണ്ടുവന്ന ഒരാള് ഇപ്പം നിങ്ങളോട് എനിക്ക് ഇങ്ങനെ അറിവ് കിട്ടിയിട്ടുണ്ട്, തൗഹീദിലേക്ക് വരണം, ശിർക്ക് ഒഴിവാക്കണം എന്ന് നിങ്ങൾ പറയുമ്പോൾ കുൽത്തും സാഹിർ, ഇപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു? മാരണക്കാരൻ, സാഹിറാണ്, കസ്സാബാണ്. ലാ വല്ലാഹി മാ ഹുവ ബിസാഹിർ, അല്ലാഹുവാണ് സത്യം, മുഹമ്മദ് സാഹിർ അല്ല. ആരാ പറയുന്നത്? കാഫിർ. പക്ഷെ അയാൾ കാഫിറായിട്ട് ചത്തു. പക്ഷെ എന്ത് ബോധ്യമുണ്ട്? ഇതിങ്ങനെയാണ് സത്യം എന്ന് ബോധ്യമുണ്ട്. കാരണം അങ്ങനെയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർച്ച. യുവാവായി കച്ചവടത്തിനൊക്കെ പോവാൻ ഒരുങ്ങി. ആ കച്ചവടത്തിലും ഖുറൈശികളെ അത്ഭുതപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ അള്ളാഹു കാണിച്ചു. അള്ളാഹു റബ്ബുൽ ഇസ്സ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയേണ്ട പോലെ അറിയാനും മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും അള്ളാന്റെ ഹബീബിന്റെ ജീവിതം മാതൃകയാക്കി നല്ലവരായി ജീവിക്കാനും തൗഫീഖ് നസീബാക്കി തരട്ടെ. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരനായി, യുവാവായി, ആളുകളുടെ കൂടെ കച്ചവടത്തിനും മറ്റും പോവാൻ തുടങ്ങി. യുവത്വത്തില് ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയമാണ് യുവത്വം. 40 വയസ്സിന് മുമ്പ്. ഈ 40 വയസ്സിന് മുമ്പ് അള്ളാഹുവിനെ സൂക്ഷിച്ച് തീ മുറുകെ പിടിച്ച് ജീവിക്കാൻ സാധിച്ചാൽ ഓനാണ് ആൺകുട്ടി. ഓനാണ് ആൺകുട്ടി, പുരുഷൻ, ആണത്തമുള്ളവൻ. നരവന്നു, അവയവങ്ങൾക്കെല്ലാം കേടുപാട് പറ്റി രോഗിയായി, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പം ആകാശം നോക്കിയിട്ട് കഴിഞ്ഞ് ഇനിയിപ്പം മരിക്കാനായി, ഇനി നന്നാവാലോ ഒക്കെ, പക്ഷെ അതിന് വല്ല കാര്യമില്ല, നന്നായേ പറ്റൂ, ഇല്ലെങ്കിൽ മോശമായി പോവും. പക്ഷെ യുവത്വത്തിൽ നഫ്സ്, തടിയും ശരീരവും എന്ത് രസങ്ങളെയും ചെയ്യാൻ കൊതിക്കുന്ന സമയം അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന യുവാവ് ഓനാണ് ആൺകുട്ടി. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. 40 കഴിഞ്ഞവർക്ക് ആ ചാൻസ് നഷ്ടപ്പെട്ടു. ഇനി അങ്ങനെ ആവാൻ കഴിയില്ല. ഇനി തിരിച്ച് വരവ് കറന്നെടുത്ത പാല് ആട്ടിന്റെയോ ഒട്ടകത്തിന്റെയോ അകടിലേക്ക് തിരിച്ചു പോകുന്നതിനേക്കാളും അസംഭവ്യമാണ് 40 കഴിഞ്ഞവൻ 39 വരിക എന്ന് പറഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല. കഴിഞ്ഞുപോയി. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, യുവാക്കളെ, 40 വയസ്സിന് മുമ്പുള്ളവരെ സമയം പാഴാക്കരുത്. നിങ്ങളെ കൂട്ടത്തിലുള്ള നിരച്ചവരോട് ചോദിക്ക്, എന്താ നിങ്ങൾക്ക് വന്ന നഷ്ടമെന്ന്. ഇപ്പൊ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന്. അള്ളാഹു തന്നിരിക്കുന്ന ഏറ്റവും നല്ല സമയം വൃത്തികേടിലേക്ക് കൊണ്ടുപോകരുത്. തന്നിഷ്ടം കാണിക്കരുത്. അള്ളാഹിനെയും അള്ളാഹുന്റെ റസൂലിനെയും പരിഗണിക്കൻ, അതിൽ ആണത്തം കാണിക്കൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സംരക്ഷിച്ചു. ആ പ്രായത്തിൽ ജാഹിലിയ്യത്ത് നിറഞ്ഞിരിക്കുന്ന മക്കയിൽ ഒന്നിലും പെടുത്താതെ 2 കഥകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഷാമിലേക്കുള്ള ഒരു യാത്രാമധ്യേ ഞാനും എൻ്റെ ഖുറൈശിയായ ഒരു കൂട്ടുകാരനും കച്ചവടത്തിന് പോവാൻ. സഹാബത്തിന് പിന്നെ പറഞ്ഞു കൊടുക്കുക. രാത്രി നമ്മൾ തമ്പടിച്ചു താമസിക്കാൻ. അപ്പൊ ദൂരത്ത് നിന്ന് എവിടുന്നോ പാട്ടും ദഫില് മുട്ടും ചെണ്ട കൊട്ടുകയും ചെയ്യുന്ന ശബ്ദം നമ്മൾ കേട്ടു. ഞാൻ ചോദിച്ചു എൻ്റെ ചങ്ങാതിയോട്, ഇതെന്താ ചങ്ങാതി ഒരു ശബ്ദം കേൾക്കുന്നത്? അപ്പം അയാൾ പറഞ്ഞു, തസവ്വജ ഫുലാനുൻ ഫുലാന, ഒരാള് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, ഇന്ന് അവരുടെ കല്യാണമാണ്. ആ കല്യാണ വീട്ട് കേൾക്കുന്ന സംഗീതമാണിത്. ചിലപ്പോൾ ഇന്ന് മടക്കേരിയിൽ ഉണ്ടാവും ആ ജഹാലത്ത്.
ഖുറൈശികളുടെ ജാഹിലിയത്തിന്റെ സ്വഭാവം ഇന്നിവിടെയും ചിലപ്പോൾ ഉണ്ടാവും. കല്യാണ വീട്ടിലുള്ള സംഗീതം, പാട്ടുപരിപാടി, അതിലൊരു ബോധമില്ലാണ്ട് പോയിട്ട് ചെറുപ്പക്കാരൻ തുള്ളും ചെയ്യും, ചെറുപ്പക്കാരികളും തുള്ളും, ഒരു ബോധവുമില്ല. എന്നിട്ടോ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ റോഡിൽ കൊടിയും കെട്ടിയിട്ട് പറയും കുലു തക്ബീർ. ഒരു കാര്യമില്ല, ആ പറച്ചലിൽ ഒരാത്മാർത്ഥതയുമില്ല, ഒരു കാപഠ്യമല്ലാതെ. അത് അള്ളാനെ പറ്റിക്കാനുള്ള വർത്തമാനമല്ലാതെ വേറെ ഒന്നും അതിലില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, എന്റെ ചങ്ങാതി കേൾക്കാൻ വേണ്ടി പോയി, എന്നെ അള്ളാഹു ഉറക്കിക്കളഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ പോയെന്നെ. എന്റെ റബ്ബ് എന്നെ ഉറക്കിക്കളഞ്ഞു. ഞാൻ പിന്നെ എണീക്കുന്നത് സൂര്യന്റെ ചൂടെന്റെ മുഖത്ത് തട്ടിയപ്പോഴാണ്. അന്ന് സുബ്ഹ് നിസ്കാരം ഇല്ലല്ലോ, നബി ആയിട്ടില്ല. ഇങ്ങനെ 2 പ്രാവശ്യം സംഭവിച്ചു. ഖുറൈശികളുടെ ജാഹിലിയ്യത്തിന്റെ നാടകം, സംഗീതം, അതേപോലെ ഗാനമേള പരിപാടികൾ ഉണ്ടാവും. ഞാൻ എങ്ങാനും ആ ഭാഗത്ത് എത്തിപ്പെട്ടാൽ എന്നെ റബ്ബ് ഉറക്കിക്കളയും. പിന്നെ രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എഴുന്നേക്കൂ. കാരണം റസൂലായി വരുന്ന ആളുടെ ഖൽബ് അത്ര ശുദ്ധമായിരിക്കണം. ഒരു ദിവസം യാത്രാമധ്യേ, ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ബഹീറ, ഒരു ക്രിസ്തീയ പുരോഹിതൻ, ഷാമിലേക്കുള്ള യാത്രയിൽ, സിറിയയിലേക്കുള്ള യാത്രയിൽ വഴിയിൽ വെച്ചൊരു മരത്തിന്റെ താഴെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കാനിരിക്കുന്നത് കണ്ടപ്പം ഈ പുരോഹിതൻ വന്ന് ചോദിച്ചു അടുത്തുള്ള ആളോട്, ഇതാരാ? പറഞ്ഞു, ഇത് ഖുറൈശിയായ മക്കത്തുള്ള അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്. അയാളുടെ കുടുംബം ഇന്ന കുടുംബമാണ്. ആ നസ്രാണിക്ക് കാര്യം പിടികിട്ടി. കാരണം ഇഞ്ചീലിൽ വായിച്ച ലക്ഷണങ്ങളൊക്കെ മുഹമ്മദ് മുസ്തഫയിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇയാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് അസ്അലുക ബില്ലാത്തി വൽ ഉസ്സ ഇല്ലാ അഖ്ബർതനി അമ്മാ അസ്അലുക അൻ. ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. കാരണം മൂപ്പർക്ക് ഇഞ്ചീലിൽ വായിച്ച ചില കാര്യങ്ങൾ അറിയാം, അത് ചോദിക്കണം. ലാത്തനെയും മുസ്സനെയും സത്യമാക്കിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കാൻ പോവാണ്. നമ്മൾ പറയില്ല, അള്ളാഹനെ സത്യം ചെയ്ത് പറയണം. അങ്ങനെ ലാത്തനെയും മുസ്സനെയും പിടിച്ചുകൊണ്ട് ഞാൻ ചോദിക്കാണ്, നീ എനിക്ക് സത്യസന്ധമായി മറുപടി തരണം. ഈ ലാത്ത ഉസ്സ എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം, ഈ യാത്രാമധ്യേ ഖുറൈശികളൊക്കെ അവിടെ താമസിക്കും. ഒരു യാത്രക്കാർക്കുള്ള ഇടയിൽ താമസിക്കുന്ന ഒരു വിശ്രമ കേന്ദ്രമാണ്. അപ്പൊ ഇവര് ഖുറൈശികള് എന്ത് പറഞ്ഞാലും പറയും ബില്ലാത്തി വൽ ഉസ്സ. ബില്ല, നമ്മൾ വല്ലാഹി പറയുന്ന പോലെ ലാത്തയാണ് ഉസ്സയാണ് സത്യം. ഇത് കേട്ടിട്ടാണ് ഇയാൾ പറഞ്ഞത്, ഇത് പറഞ്ഞാൽ ചിലപ്പോൾ മോൻ എന്ത് ചെയ്യും, സത്യം മാത്രമേ പറയുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത്, ലാത്തനെയും മുസ്സനെയും വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കും, നീ എനിക്ക് സത്യം മാത്രം പറയണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസ്അൽനി ബില്ലാത്തി വൽ ഉസ്സ. അന്ന് നബിയായില്ല, നബിയാവുന്നൊരു ഉറപ്പില്ല. ലാ തസ്അൽനി ബില്ലാത്തി വൽ ഉസ്സ, എന്നോട് ലാത്തനെയും മുസ്സനെയും വെച്ചിട്ടൊന്നും ചോദിക്കണ്ട. ഫവല്ലാഹി മാ അബ്ഗൽതു ബുഗ്ദഹുമാ ശൈഅൻ ഖത്തു. ആ രണ്ടിനോടും എനിക്കുള്ള ദേഷ്യം പോലെ വേറെ ഒന്നിനോടും എനിക്കൊരു വെറുപ്പും ദേഷ്യവും ഇല്ല എന്ന് പറഞ്ഞാൽ, അപ്പോഴേ വിഗ്രഹങ്ങളോട്, അള്ളാഹ്ക്കിടയിലുള്ള ഇടയാളന്മാരോട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബില് അള്ളാഹു ദേഷ്യം വെറുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തിരിക്കുന്ന ചങ്ങായിയോട് ഈ നസ്രാണി പറഞ്ഞു, ഇവനെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവണ്ട, നിങ്ങൾ സിറിയയിലേക്ക് കൊണ്ടുപോവണ്ട, ജൂതന്മാര് കാത്തിരിപ്പുണ്ട്, കയ്യിൽ കിട്ടിയാ കൊന്നുകളയും. അബൂ താലിബിന്റെ അടുത്ത് വാർത്തയെത്തി. അബൂ താലിബ് ഉടനെ തന്നെ കച്ചവടത്തെ തിരിച്ച് മക്കത്തേക്ക്, സാധനങ്ങൾ ആൾക്കാരെ കൈമ കൊടുത്തുവിട്ടു, മോനെയും കൊണ്ട് മക്കത്തേക്ക്. അത്രത്തോളം അബൂ താലിബ് സ്നേഹിച്ചു, സംരക്ഷണം കൊടുത്തു. ആ സംരക്ഷണത്തിലും അള്ളാഹു നൽകുന്ന ആ സുരക്ഷിതമായ വലയത്തിനുള്ളിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു വരികയാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ നമുക്ക് പറയാം. പറയലല്ല, കേൾക്കലല്ല കാര്യം, പാഠം ഉൾക്കൊള്ളലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഹബ്ബത്ത് വെക്കലാണ്, ആ സുന്നത്തിനെ ഫോളോ ചെയ്യലാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. കുറെ ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഇവിടെയുള്ള ആരുടെ ദുആ അള്ളാഹു പെട്ടെന്ന് ഇജാബത്താക്കും നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ പറയുന്നു, ഖുതുബക്ക് പോകുമ്പോൾ ദുആ ചെയ്യണം. നമ്മുടെ നാട്ടില് കാനങ്ങാട് നമ്മുടെ പള്ളിയുടെ ഒരു അടുത്ത് താമസിക്കുന്ന ഒരാൾ, എല്ലാ സഹായത്തിനും കൂടെയുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ബാപ്പ ഹോസ്പിറ്റലിലാണ്. അള്ളാഹു ഷിഫ കൊടുക്കട്ടെ, പൂർണ്ണ ആഫിയത്തിന് നസീബാക്കട്ടെ. അള്ളാഹു അവന്റെ ഖുദ്റത്ത് കൊണ്ട് അവരെയും നമ്മളെയും എല്ലാ രോഗങ്ങളിൽ നിന്നും കാക്കട്ടെ. നമ്മുടെ ഒരു സഹോദരന്റെ ഭാര്യയും അതേപോലെ വീണ് പരിക്ക് പറ്റിയിട്ട് വിശ്രമത്തിലാണ്. അള്ളാഹു അവർക്ക് ഷിഫ കൊടുക്കട്ടെ, ആഫിയത്തിന് നസീബാക്കട്ടെ. ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ നിന്ന്, അസൂയകളിൽ നിന്ന്, കണ്ണേറുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കട്ടെ. മാരകമായ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ,
ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും തകർന്നു പോകുന്ന രോഗങ്ങൾ അള്ളാഹു എല്ലാത്തിനെ തൊട്ടും കാത്തു രക്ഷിക്കട്ടെ. അതേപോലെ ഒരു സഹോദരന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, മുവഹിദത്താണ്. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ, അവരുടെ ബർസഖ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. എൻ്റെയും നിങ്ങളുടെയും നമ്മളുടെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ഭാര്യമാരുടെയും മക്കളുടെയും നാമുമായി ബന്ധപ്പെട്ടവരുടെയും മരണം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഹീദോടെ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടാക്കട്ടെ. ദുനിയാവെന്ന് പോകുന്ന അവസാനത്തെ സമയം ദുനിയാവിലെ ഏറ്റവും നല്ല സമയമായിട്ട് അള്ളാഹു കബൂലാക്കട്ടെ. മലായിക്കത്ത് വന്ന് സന്തോഷ വാർത്തകൾ അറിയിച്ച് ഇതുവരെയുള്ള ദുനിയാവിലെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം മറക്കുന്ന തരത്തിൽ നല്ല വാർത്തകൾ കേൾപ്പിച്ച് റബ്ബിൻ്റെ അടുത്തേക്ക് പോയിക്കോളിൻ, ഇനി വിഷമമില്ല, ഇനി ടെൻഷനില്ല എന്ന് പറയുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയുള്ള കാലം അള്ളാഹ്ക്ക് വഴിപ്പെട്ട് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കട്ടെ. അലാ വ ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല أمرنا بالصلاة والسلام عليه فصلوا وسلموا عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ارض عن خلفاء الراشدين وأفضل أمراء